പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ പിണറായി സർക്കാരിന് കീഴിൽ ക്രമസമാധാന ചുമതലയുള്ള DGP ദർവേഷ് സാഹിബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ നയപരമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ ഞാൻ ഇതിനു മുമ്പ് പലതവണയും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. കാരണം പിണറായി വിജയൻ്റെ കീഴിൽ DGP ആയി പ്രവർത്തിക്കുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബ് പിണറായി വിജയൻ്റെ ഒരു സ്റ്റൂജായിട്ടാണ് പ്രവർത്തിക്കുന്നത്, പിണറായി വിജയൻ്റെ ഒരു കോടാലിക്കൈയായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഒരു ഉപകരണമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ദർവേഷ് സാഹിബിനെ വളരെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളത്. പിണറായി വിജയനും പിണറായി വിജയൻ്റെ പാർട്ടിക്കാരും എന്തു പറഞ്ഞാലും അത് ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്തു കൊടുക്കുന്ന ഒരു DGP ആണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ന് ഞാൻ ഒന്നിലധികം തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയുടെ മുമ്പിൽ വിശ്വസ്ത വിനീത വിധേയനായി നിൽക്കുന്ന ഒരാളാണ് ദർവേഷ് സാഹിബ് എന്നും ഞാനിതിനു മുമ്പ് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ ഞാൻ ഉന്നയിക്കുന്ന അവസരത്തിൽ പിണറായി വിജയൻ്റെയും CPMൻ്റെയും നയത്തിനനുസൃതമായി നിൽക്കുന്ന ഒരു കോടാലിക്കൈയാണ്, ഒരു ഉപകരണമാണ് ഈ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ളത്. പക്ഷേ സുഹൃത്തുക്കളെ, ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അയാൾ പിണറായി വിജയൻ്റെ നയങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു സ്റ്റൂജ്, ഒരു കോടാലിക്കൈ, ഒരു ഉപകരണം എന്ന നിലയിൽ മാത്രമല്ല, ഒരു സാധാരണ മനുഷ്യനെ വിശ്വാസവഞ്ചന കാണിച്ച് വഞ്ചിച്ച കേസിലെ പ്രതിയല്ല, കുറ്റവാളിയുകൂടിയാണ് ഈ DGP എന്നുള്ളതല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വഞ്ചനാ കേസിലെ പ്രതിയല്ല. ഇപ്പോൾ പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ആരോപണങ്ങളുണ്ട്. പക്ഷേ ആരോപണങ്ങളൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. പലതും തെളിയിക്കപ്പെടുന്നതിൻ്റെ അടുത്തൊക്കെ എത്തി നിൽക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞാൻ പറയട്ടെ, ടോമിൻ തച്ചങ്കരിക്കെതിരായിട്ടുള്ള കേസുകൾ കോടതികളിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ശ്രീജിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ കോടതിയിൽ നിൽപ്പുണ്ട്. മറ്റ് പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ കോടതിയിൽ നിൽക്കുന്നുണ്ട്. അതെല്ലാം ആരോപണങ്ങളായി നിൽക്കുമ്പോൾ ഈ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞ ക്രമസമാധാന ചുമതലയുള്ള, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാന ചുമതലയുള്ള DGP ഒരു വിശ്വാസവഞ്ചന കേസിൽ കുറ്റവാളിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, എന്നാലോചിച്ച് നോക്കുക, എത്ര ഭീകരമാണ് അവസ്ഥ എന്ന്. കേരളത്തിൽ ഒരുപാട് DGPമാരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചുമതലയുള്ള ആളാണ് ക്രമസമാധാന ചുമതല വഹിക്കുന്ന DGP. കേരളത്തിലെ ക്രമസമാധാന പാലനത്തിൻ്റെ പരമോന്നത എൻ്റെ ചുമതലയുള്ള പരമോന്നതമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് DGP ക്രൈം ലോ ആൻഡ് ഓർഡർ. ആ സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഈ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. അയാളെ ഒരു വിശ്വാസവഞ്ചന കേസിൽ കുറ്റവാളിയാണെന്ന് കോടതി കണ്ട് വിധി പ്രഖ്യാപിച്ചതിൻ്റെ 2 ദിവസങ്ങൾക്ക് ശേഷം അയാൾക്ക് 1 വർഷവും കൂടി DGP ആയിട്ടിരിക്കാനുള്ള കടലാസ് എഴുതി കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ പിന്നെ അങ്ങനെ ചെയ്യുന്നതിലൊന്നും അത്ഭുതമില്ല. അത് ചെയ്യുന്ന ആളാണല്ലോ പിണറായി വിജയൻ. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുരുതരാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു കേസുണ്ട് എന്നുള്ള വിവരം മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൻ്റെയും അറിവിലുള്ള സമയത്താണ് അയാൾക്ക് ഈ കഴിഞ്ഞ ജൂലൈ 24-ാം തീയതി അയാളുടെ 1 വർഷവും കൂടി അയാളുടെ കാലാവധി നീട്ടിക്കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം. സുഹൃത്തുക്കളെ, നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് നമുക്ക് ഒന്ന് വിശദമായി ഒന്ന് പരിശോധിക്കാം. എന്നാലേ ഇയാൾ എന്തുമാത്രം കൾപ്പബിളാണ്, ഇയാൾ കുറ്റവാളിയാണെന്നുള്ളത് എത്ര കൃത്യമായി നമുക്ക് ബോധ്യമാണോ അതിന് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള ഒരു T ഉമർ ഷരീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരു പ്രവാസി മലയാളിയാണ്. അപ്പോൾ അദ്ദേഹം അന്വേഷിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ മണികണ്ഠേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ ഭാര്യ ഫരീദ ഫാത്തിമ, അവർക്ക് 10.8 സെൻറ്റ് സ്ഥലമുണ്ടെന്നും ആ സ്ഥലം വിൽക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം കിട്ടിയതിനെ തുടർന്ന് ഈ T ഉമർ ഷരീഫ് ഈ ഫരീദ ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞാൽ DGPയുടെ ഭാര്യയാണ്, അവരെ സമീപിക്കുന്നു.
അവരെ സമീപിച്ച് ഇത് വിൽക്കാനുള്ളതാണെന്ന് ഉള്ളത് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പല റൗണ്ട് ചർച്ചകൾക്ക് ശേഷം 22 ജൂൺ 2023 74 ലക്ഷം രൂപയ്ക്ക് ഈ 10.8 സെൻറ്റ് സ്ഥലം, വട്ടിയൂർക്കാവ് മണികണ്ഠേശ്വരത്തുള്ള ഈ സ്ഥലം 74 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ 22/6/2023 തന്നെ ഈ ടി ഉമർ ഷെരീഫും ഫരീദ ഫാത്തിമയുമായി ഒരു കരാറിൽ എത്തുന്നു. ആ സ്ഥലം യഥാർത്ഥത്തിൽ ഫരീദ ഫാത്തിമയുടെ പേരിലുള്ളതാണ്. ഫരീദ ഫാത്തിമയുടെ ഭർത്താവായിട്ടുള്ള DGP ദർവേഷ് സാഹിബിനെ കരാറിൽ ഭാഗവാക്കാക്കിയില്ല. പക്ഷേ എല്ലാ ചർച്ചകളിലും അദ്ദേഹം സജീവമായിരുന്നു. ഈ 22/6/2023 ഈ സ്ഥലം വാങ്ങുന്നതിന് ഫരീദ ഫാത്തിമ ഉമർ ഷെരീഫുമായി ഒപ്പുവെച്ച കരാറിൽ സാക്ഷിയായി ഈ DGP ദർവേഷ് സാഹിബ് ഒപ്പുവെച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഈ കരാർ ഒപ്പുവെച്ച് 22/6/2023 തന്നെ 15 ലക്ഷം ബാങ്ക് വഴി കൈമാറി. അത് ഉമർ ഷെരീഫിൻ്റെ ഭാര്യ ഫരീദ ഫാത്തിമയ്ക്ക് ബാങ്ക് വഴി അയച്ചു കൊടുത്തു. അതിനെ തുടർന്ന് പിന്നെയും 15 ലക്ഷം ആവശ്യപ്പെട്ടു. അത് ഉമർ ഷെരീഫ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചു കൊടുത്തത്. അത് 26/6/2023 കൊടുത്തു. അപ്പോൾ ആദ്യം 15 ലക്ഷം കൊടുത്തു, പിന്നെ 15 ലക്ഷം കൊടുത്തു, 30 ലക്ഷം കൊടുത്തു, പിന്നെ ഒരു 5 ലക്ഷവും കൂടി പണമായി നൽകി. അത് ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി ദർവേഷ് സാഹിബിന് പണമായിട്ടാണ് നൽകിയത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോണം. അതിനകത്തൊരു നിയമവിരുദ്ധതയുണ്ട്, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം 15 ലക്ഷം, ആദ്യം 15 ലക്ഷം, പിന്നീട് ഒരു 10 ലക്ഷം, പിന്നെ രണ്ടാമത്തെ 15 ലക്ഷം അല്ല 10 ലക്ഷം, മൂന്നാമത്തത് 5 ലക്ഷം, എല്ലാം കൂടെ ചേർന്ന് മൊത്തം 30 ലക്ഷം നൽകി. ആ 30 ലക്ഷം തനിക്ക് വാങ്ങി കിട്ടി ബോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ദർവേഷ് സാഹിബ് 1/7/2023 ഒപ്പിട്ട് നൽകുകയും ചെയ്തു. അപ്പോൾ അതുവരെയുള്ള അവസ്ഥ എന്താ? മണികണ്ഠേശ്വരത്ത് ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ ഭാര്യ ഫരീദ ഫാത്തിമയ്ക്കുള്ള 10.8 സെൻറ്റ് സ്ഥലം വിൽക്കുന്നതിന് ടി ഉമർ ഷെരീഫുമായിട്ടൊരു കരാർ ഒപ്പിടുന്നു. ആ കരാർ ഒപ്പിട്ടത് 74 ലക്ഷം രൂപയ്ക്കാണ്. അതിലാദ്യം 15 ലക്ഷം രൂപ ബാങ്ക് ട്രാൻസ്ഫറായി കൊടുക്കുന്നു. അതിനുശേഷം 10 ലക്ഷം ബാങ്ക് ട്രാൻസ്ഫറായി കൊടുക്കുന്നു. അതിനുശേഷം 5 ലക്ഷം നേരിട്ട് ദർവേഷ് സാഹിബിൻ്റെ കയ്യിൽ കൊടുത്ത് 30 ലക്ഷം രൂപ കൊടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. ആ സമയം എത്തിയപ്പോൾ ഈ ഉമർ ഷെരീഫ് ഒരു ചോദ്യം ഉന്നയിച്ചു. കാരണം സ്ഥലം കൈമാറ്റം നടത്തുമ്പോൾ ആ സ്ഥലത്തിന് മേൽ ബാധ്യതയൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ലല്ലോ. ആ സ്ഥലം എവിടെയെങ്കിലും ബാങ്കിൽ വെച്ചിട്ട് ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ സ്ഥലം ആർക്കെങ്കിലും പണയം വെച്ചിട്ട് കടം മേടിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. ഫ്രീ ഓഫ് ഓൾ എൻകംബറൻസസ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ബാധ്യതയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഈ ഫരീദ ഫാത്തിമയും ഈ ഉമർ ഷെരീഫും തമ്മിൽ ഒപ്പുവെച്ച കരാറിൻ്റെ 8ാം ഖണ്ഡികയിൽ പറയുന്നുണ്ട്. ഒരു ബാധ്യതയും ഈ സ്ഥലത്തിന് ഉണ്ടാകാൻ പാടില്ല. അതിന്മേൽ സാക്ഷിയായി DGP ആയിട്ടുള്ള ദർവേഷ് സാഹിബ് ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഒപ്പുവെച്ച കരാറിൻ്റെ 8ാം ഖണ്ഡിക പ്രകാരം ഈ ഭൂമിക്ക് ഒരു ബാധ്യതയും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി യഥാർത്ഥ ഈ പറഞ്ഞ പോലെ ടൈറ്റിൽ ഡീഡ് അത് കാണിക്കണം. ഈ ഭൂമിയുടെ യഥാർത്ഥ ടൈറ്റിൽ ഡീഡ് കാണിക്കണം എന്ന് ഉമർ ഷെരീഫ് പലതവണ ആവശ്യപ്പെട്ടുവെങ്കിലും അത് കാണിക്കാൻ ഈ ഫരീദ ഫാത്തിമയും ഈ DGP ആയിട്ടുള്ള ദർവേഷ് സാഹിബും തയ്യാറായില്ല. അങ്ങനെ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് പരാതിക്കാരനായിട്ടുള്ള ഉമർ ഷെരീഫ് നടത്തിയ അന്വേഷണത്തിൽ എന്താ മനസ്സിലായെന്ന് ഞെട്ടിക്കുന്നൊരു കാര്യം മനസ്സിലായി. എന്താണ്? ഈ ഫരീദ ഫാത്തിമയുടെ ഭർത്താവായിട്ടുള്ള DGP ദർവേഷ് സാഹിബ് ഈ 10.8 സെൻറ്റ് സ്ഥലം, അതായത് ഉമർ ഷെരീഫിന് ഒരു ബാധ്യതയില്ല എന്ന് പറഞ്ഞ് കൈമാറിയ 10.8 സെൻറ്റ് സ്ഥലം ഈ ഫരീദ ഫാത്തിമയുടെ ഭർത്താവായിട്ടുള്ള DGP, ഫരീദ ഫാത്തിമ പോലുമല്ല, ഭർത്താവായിട്ടുള്ള DGP ദർവേഷ് സാഹിബ് SBIയുടെ ആൽത്തറ ബാങ്കിൽ പണയം വെച്ച് അതിന്മേൽ ലോൺ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ടി ഉമർ ഷെരീഫിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായി. എന്ന് മാത്രമല്ല, ആ ലോണിന്മേൽ 26 ലക്ഷം രൂപ ഡ്യൂ ആണ്. 26 ലക്ഷം രൂപയും കൂടെ അടയ്ക്കേണ്ടതുണ്ട് എന്നുള്ളതും ടി ഉമർ ഷെരീഫ് മനസ്സിലാക്കി. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു ബാധ്യതയും ഇല്ല ഭൂമിക്ക് എന്ന് പറഞ്ഞുകൊണ്ട്, സ്ഥലത്തിനെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിറ്റ് 30 ലക്ഷം രൂപ വാങ്ങിയ ഈ ഭൂമിക്ക് മേൽ ആ ഭൂമിയുടെ യഥാർത്ഥ ടൈറ്റിൽ ഡീഡ് ബാങ്കിൽ പണയം വെച്ച് ഈ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞ DGP പണം വായ്പ എടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ പണത്തിൽ 26 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാനുമുണ്ട് എന്ന് ടി ഉമർ ഷെരീഫ് കണ്ടുപിടിച്ചു. അയാൾ ഞെട്ടിപ്പോയി.
അപ്പോൾ കള്ളത്തരം പറഞ്ഞിരിക്കുന്നു, കള്ളം പറഞ്ഞിരിക്കുന്നു, വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു. ആര്? DGP. കാരണം DGP ആണ് ഈ വായ്പ എടുത്തിട്ടുള്ളത്. എന്നാൽ ഒരു ബാധ്യതയില്ല എന്നുള്ള കരാറിന്മേൽ ഒപ്പുവെച്ച് കൊടുത്തിട്ടുള്ളത് DGP ആണ്. എന്ന് മാത്രമല്ല, ഇവർ വിറ്റ് 30 ലക്ഷം രൂപ ഉമർ ഷെരീഫിൻ്റെ നിന്ന് വാങ്ങിയ ഈ സ്ഥലത്തിൻ്റെ ടൈറ്റിൽ ഡീഡ് SBI ആൽത്തറ ബാങ്കിൽ പണയം വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാരണം 26 ലക്ഷം രൂപ ഡ്യൂസ് ഉണ്ട്, ബാക്കി കൊടുക്കാനുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റിൽ ഡീഡ് ബാങ്ക് തിരിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പം ടൈറ്റിൽ ഡീഡ് പോലും കയ്യിലില്ലാതെ ടൈറ്റിൽ ഡീഡ് ബാങ്കിൽ പണയമായിരിക്കുമ്പോൾ വസ്തുവിന് മേൽ ഒരു ബാധ്യതയുമില്ല എന്ന് പറഞ്ഞ് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലന ചുമതലയുള്ള പരമോന്നത സ്ഥാനത്തിരിക്കുന്ന DGP പച്ചക്കള്ളം നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞുകൊണ്ട് കരാറിൽ ഒപ്പിട്ട് പരാതിക്കാരിൽ നിന്ന് 30 ലക്ഷം രൂപ വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. വേലി തന്നെ വിളവ് തന്നെയല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസവഞ്ചന കാണിച്ചാൽ അതിൽ നിന്ന് സംരക്ഷണം തരണമെന്നും പറഞ്ഞ് ആളുകൾ സമീപിക്കേണ്ട പോലീസിൻ്റെ അത്യുന്നത സ്ഥാനത്തിരിക്കുന്ന DGP തന്നെ ഒരാളെ പച്ചയ്ക്ക് വഞ്ചിക്കുന്നു. ഇതല്ലേ സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഇതറിഞ്ഞ ഇയാൾ എന്ത് ചെയ്തു? പരാതിക്കാരൻ എന്ത് ചെയ്തു? ഇതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് 6/5/2024 ഈ DGPക്കും ഭാര്യയ്ക്കും വക്കീൽ നോട്ടീസ് അയച്ചു. 6/5/2024 അയാൾ വക്കീൽ നോട്ടീസ് അയച്ചു. അപ്പോൾ ആ വക്കീൽ നോട്ടീസ് അയച്ചിട്ട് അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നു, ഇത് നിങ്ങളിങ്ങനെ ബാങ്കിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ലോൺ നമ്പർ വരെ കൊടുത്തു. SBIയുടെ ആൽത്തറ ബാങ്കിലെ ലോൺ നമ്പർ 33301967290 എന്നുള്ള SBIയിലെ ആൽത്തറ ബാങ്കിലെ ഇത് പണയം വെച്ച ബാങ്ക് അക്കൗണ്ട് കൂടി പറഞ്ഞ് 6/5/2024 ഉമർ ഷെരീഫ് ഈ ഫരീദ ഫാത്തിമയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. എന്നിട്ട് പറഞ്ഞു, കരാറുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഈ 30 ലക്ഷം രൂപ 10 ദിവസത്തിനകം തിരിച്ചു നൽകണം എന്ന് പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയക്കുകയാണ്. ആ 6/5/2024 അയച്ച വക്കീൽ നോട്ടീസ് 9/5/2024 DGP ഈ ഫരീദ ഫാത്തിമയും ഭർത്താവും കൈപ്പറ്റുകയും ചെയ്തു. കൈപ്പറ്റി അവരെന്ത് ചെയ്തെന്നറിയാമോ? അവർ പണം തിരിച്ചു നൽകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല 14/5/2024 അന്യായമായ കാരണങ്ങൾ പറഞ്ഞ് മറുപടി നൽകി. സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്ക്. കള്ളത്തരം ഈ DGP കാണിച്ചു എന്ന് മാത്രമല്ല, അതിന് വക്കീൽ നോട്ടീസ് കിട്ടിയിട്ട് ആ വക്കീൽ നോട്ടീസിന് പോലും കള്ളം പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും മറുപടി ചോദിച്ചു. ആര്? DGP. ആലോചിച്ച് നോക്ക്. ADGPയോ DIGയോ അല്ലെങ്കിൽ DYSPയോ SPയോ ഒന്നുമല്ല, DGP. കേരളത്തിലെ 1ാം സ്ഥാനക്കാരൻ, ക്രമസമാധാന ചുമതലയുള്ള 1ാം സ്ഥാനക്കാരൻ കള്ളത്തരം കാണിക്കുന്നു എന്ന് മാത്രമല്ല അതിനെ ന്യായീകരിച്ചുകൊണ്ട് വക്കീൽ നോട്ടീസിന് മറുപടി അയച്ചു. അതിനെ തുടർന്നിട്ട് പരാതിക്കാരൻ എന്ത് ചെയ്തു? തിരുവനന്തപുരം അഡീഷണൽ സബ് കോർട്ടിൽ കേസ് പോയി. അയാൾ പരാതി കൊടുത്തു. ആരെ? ഫരീദ ഫാത്തിമയും ഭർത്താവ് DGPയെയും എതിർകക്ഷികളാക്കിക്കൊണ്ട് അയാൾ പരാതി കൊടുത്തു. ആ പരാതി പരിശോധിച്ച കോടതി ഈ DGPയുടെ ഭാര്യയും DGPയും കാണിച്ചത് തെറ്റാണെന്ന് കണ്ടുപിടിച്ചു. ഇത് അനധികൃതമായിട്ടാണ് അവരുടെ നിലപാടെന്ന് കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഈ 10.8 സെൻറ്റ് ഭൂമി ജപ്തി ചെയ്യണമെന്നും ഈ പരാതിക്കാരന് 30 ലക്ഷം രൂപയുടെ പലിശയും കൂടെ ചേർത്ത് 33 ലക്ഷം രൂപയും കൊടുക്കണമെന്നും പറഞ്ഞിട്ട് കോടതി ഉത്തരവിട്ടു. സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര ഭീകരമാണ് സാഹചര്യം എന്ന് ആലോചിച്ച് നോക്ക്. DGPയാണ്, സംസ്ഥാന DGPയാണ്. അയാൾ വഞ്ചന കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഉത്തരവ് വരികയാണ് സുഹൃത്തുക്കളെ. ആ ഉത്തരവ് വരുമ്പോൾ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് അയാളെ ബൂട്ട് ഔട്ട് ചെയ്യുകയല്ലേ ഭരണ നേതൃത്വം ചെയ്യേണ്ടത്. പക്ഷേ അത് ചെയ്യുന്ന ഭരണ നേതൃത്വമാണ്. കാരണം പിണറായി വിജയനല്ലേ ഇവിടെ ഭരിക്കുന്നത്. അയാൾ എന്ത് ചെയ്യുന്നറിയാമോ? അയാൾക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നു. കാരണം ഉമർ ഷെരീഫ് നേരത്തെ ഉണ്ടെന്ന് പരാതി കൊടുത്തിരുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതറിയാമായിരുന്നിട്ടും ഈ പരാതി നിലനിൽക്കുന്ന സമയത്ത് DGPക്ക് 1 വർഷവും കൂടി എക്സ്റ്റൻഷൻ കൊടുക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തത്. എന്തൊരു ആലോചിച്ച് നോക്ക് നിങ്ങൾ, എത്ര ഗതികെട്ട അവസ്ഥയാണെന്ന്. അങ്ങനെ കേസ് ഒന്ന് തീരുമാനമായി. ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയപ്പം ഇയാൾക്ക് അപകടമാണെന്ന് മനസ്സിലാക്കി ഇയാൾ എന്ത് ചെയ്യുന്നറിയാവോ? ഇയാൾ ഒത്തുതീർപ്പിലെത്തി. അതായത് പരാതിക്കാരൻ വക്കീൽ നോട്ടീസ് അയച്ചപ്പോൾ ആ വക്കീൽ നോട്ടീസിന് മേൽ കള്ളത്തരം പറഞ്ഞുകൊണ്ട് മറുപടി അയച്ച DGP കോടതിയിൽ നിന്ന് അയാൾക്ക് വിധി എതിരായി വന്നപ്പോൾ അയാൾ ഒത്തുതീർപ്പിലെത്തി പണം തിരിച്ചു കൊടുത്തിരിക്കുന്നു. എന്നാലോചിച്ച് നോക്ക്. പണം തിരിച്ചു കൊടുത്ത് ഒത്തുതീർപ്പിലെത്തി എന്നുള്ളതുകൊണ്ട് അയാൾ കുറ്റക്കാരനല്ലാതാവുന്നുണ്ടോ? കേസ് തീരാമായിരിക്കും ഒരു പക്ഷേ അയാൾ ചെയ്ത കള്ളത്തരങ്ങൾ അവിടെ നിലനിൽക്കുകയല്ലേ. അയാളുടെ ഭാര്യ ഫരീദ ഫാത്തിമയുടെ പേരിൽ
ബാധ്യതയുള്ളൊരു ഭൂമി അയാളുടെ ഭാര്യ ഫരീദ ഫാത്തിമയുടെ 10.8 സെൻറ്റ് ഭൂമിക്ക് മേൽ അയാൾ തന്നെ ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടിരുന്ന സാഹചര്യത്തിൽ ഒരു ബാധ്യതയില്ലാത്ത ഭൂമിയാണെന്നും പറഞ്ഞ് ഒരാൾക്ക് എഴുതി കൊടുക്കുകയും അയാളിൽ നിന്ന് 30 ലക്ഷം രൂപ വാങ്ങിക്കുകയും ചെയ്തിരിക്കുകയാണ് DGP. അയാളുടെ പേരിൽ തന്നെയാണ് ബാങ്ക് വായ്പ. എത്ര പേരും കള്ളനാണ് അയാൾ എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അയാൾ അതിനകത്ത് രക്ഷപ്പെടാൻ വേണ്ടി വക്കീൽ നോട്ടീസിന് കള്ളത്തരം പറഞ്ഞ് മറുപടി കൊടുത്തു. പക്ഷേ കോടതിയിൽ പോയി അയാൾക്കെതിരെ കോടതി ഉത്തരവ് വന്നു. ഒരുപക്ഷെ കേരളത്തിൻ്റെ പോലീസ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കോടതിയിൽ നിന്ന് ഉത്തരവ് വരുന്നത്. ആ ഉത്തരവ് വന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു? പണം തിരിച്ചു കൊടുത്തു, തീർപ്പാക്കി. അപ്പോൾ സാധാരണ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ നമ്മളെങ്ങനെ ജീവിക്കും സുഹൃത്തുക്കളെ? നമുക്കെന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ നമ്മളെ രക്ഷിക്കേണ്ട ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള DGP തന്നെ ഒരാളെ വഞ്ചിച്ച് പണം മേടിക്കുകയാണ്. വഞ്ചിച്ചതിന് കോടതി ഉത്തരവ് അയാൾക്കെതിരെ ഉണ്ടാകുകയാണ്. അയാളുടെ ഭൂമി ജപ്തി ചെയ്യണമെന്ന് കോടതി ഉത്തരവിടുകയാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അയാൾക്ക് ഉളുപ്പില്ലാത്തത് കൊണ്ട് അയാൾ ആ സ്ഥാനത്ത് തുടരും. അയാളെക്കാളും ഉളുപ്പില്ലാത്തവനാണ് മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ട് ഒന്നും ഇവിടെ സംഭവിക്കില്ല. പക്ഷേ നമ്മുടെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി, നമുക്ക് റീകൺസൈൽ ചെയ്യാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും പിണറായിയെ തിരുത്താനിറങ്ങുന്ന സീതാറാം യെച്ചൂരി ഇതൊക്കെ ഒന്ന് കണ്ടാൽ നന്നായിരുന്നു എന്ന് മാത്രമേ വളരെ വിനയത്തോടു കൂടി എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളൂ.